ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നാളായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വൈറൽ പിസ്താഷിയോ കുനാഫ ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുമ്പ് ചെയ്തു വെച്ച വീഡിയോ ആണ്, പക്ഷേ ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ കുനാഫിൻ്റെ ഡോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തമായിട്ടൊന്നും വേണ്ട കേട്ടോ, ഇതൊരുപാടുണ്ടാവും. ഇനി നമുക്കിത് ഇതിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം ഡോ എടുക്കുന്നുണ്ട്, കാരണം ഞാൻ ഇതിൻ്റെ കൂടെ കുനാഫയും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം മതി. ഞാൻ കാണിച്ചു തരാം. അത്രയും എന്താണ് പറയുക, ഡോ മാത്രം നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പം കുനാഫയും കൂടെ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് കുറച്ചധികം ഡോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തന്നെ ചെറിയതാക്കിയിട്ട് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം മൊത്തത്തിൽ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചോക്ലേറ്റും കൂടെ ഒന്ന് മെൽറ്റാക്കി. അപ്പോൾ ഞാനിതാ ഇവിടെ മെല്ലോൻ്റെ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിന്ന് നമുക്ക് ഒരൊറ്റ പീസ് മാത്രം മതി കേട്ടോ. ആ ഒരു പീസ് എടുത്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് നമ്മളിതാ മൊത്തത്തിലൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും നമ്മൾ എടുക്കുന്നില്ല, അതിന്ന് വളരെ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കട്ടാക്കിയിട്ട് നമ്മളിതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഏത് മോൾഡിനാണോ നമ്മൾ ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു മോൾഡ് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനെടുത്ത മോൾഡ് കുറച്ച് ചെറുതാണ്, കുറച്ചും കൂടെ ഒരു ഉൾഭാഗം കുറച്ചും കൂടെ താഴ്ന്നു നിൽക്കുന്ന രീതിയിലുള്ള മോൾഡാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. കുറച്ചും കൂടെ നമുക്ക് ആ ഒരു കുനാഫിൻ്റെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഫസ്റ്റ് തന്നെ ഞാനിതാ ഒരു മിൽക്ക് ചോക്ലേറ്റ് എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് അതിൻ്റെ സൈഡൊന്ന് ഇതുപോലെ കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കാണാറില്ലേ, അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടിക്ക് ആവരുത് കേട്ടോ, ഒരുപാട് കട്ടിയിലായി പോവരുത്. കാരണം ഇതിൽ അത്ര സ്പേസേ ഉള്ളൂ, നമുക്കിതിൽ കുനാഫിൻ്റെ ഡോവും കൂടെ ഇതിലേക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം മാത്രം ഒഴിച്ചിട്ട് നമ്മളെല്ലാ സൈഡിലോട്ടും ഈ ഒരു രീതിക്ക് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുത്തിട്ട് ആ ഒരു എന്താ പറയുക, ഫസ്റ്റ് ലെയർ നമുക്ക് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് അത്രയും സമയം മതിയാവും. ആ ഒരു സമയം നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പം ഫസ്റ്റ് ലെയർ തന്നെ ഒരുപാടങ്ങ് തിക്കാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും, അതൊന്നും കാര്യമാക്കേണ്ട. നമുക്ക് ലാസ്റ്റ് അതിൻ്റെ എന്താ പറയുക ക്ലിയർ ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് എല്ലാ ഭാഗത്തും ആക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഞാനൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് കാണിക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കുനാഫിൻ്റെ ഡോ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അമൂലിൻ്റെ അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ നമ്മൾ പാനൊന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കുനാഫിൻ്റെ ഡോ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ആ ഒരു ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്ന രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഇത്ര തന്നെ മതിയാവും. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നേരെ നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നേരെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിസ്താഷിയോ ക്രീമാണ്. അപ്പം ആ ഒരു ക്രീമും കൂടെ നമ്മൾ 1-2 ടേബിൾ സ്പൂണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ആ ഒരു ക്രീമിന് തന്നെ നല്ലൊരു മധുരമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി. അപ്പോൾ ഞാൻ ഈ ക്രീം മൊത്തത്തിലൊന്ന് ഈ ഒരു ഡോയിൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ കുറച്ച് ഭാഗം മാത്രം ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നേരെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുനാഫിൻ്റെ ഡോ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതാണ്
ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ മോൾഡ് എടുത്താൽ നമുക്ക് ഈ ഒരു ഡോ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക ചെറിയൊരു മോൾഡാണ്. കാരണം അതിലേക്ക് ഒരുപാട് ചോക്ലേറ്റോ അല്ലെങ്കിൽ സാധനങ്ങളോ ഒഴിക്കാനുള്ള ആ ഒരു സ്പേസ് അതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഞാൻ നന്നായിട്ട് മുകൾ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് നികത്തി കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാക്കിയുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ അതും കൂടെ നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കുക. അതിൻ്റെ പുറത്തേക്കൊക്കെ എന്തായാലും ആവും. അപ്പോൾ അത് കുഴപ്പമില്ല. നമ്മളിത് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പം മൊത്തത്തിൽ ഞാനിതാ ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ചോക്ലേറ്റും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് സൈഡ്സൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് സമയത്തൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ ആ ഒരു പിസ്താഷിയോ ക്രീം ഒഴിച്ച് വെച്ചിട്ടുള്ള മൊത്തം കുനാഫയും ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. അത്രയും നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഇതാ ഒരു എന്താ പറയുക ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ എടുത്ത് നോക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ്സൊക്കെ കണ്ടില്ലേ, സൈഡ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോക്ലേറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമുക്ക് സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മളിതൊന്നിങ്ങനെ റിമോൾഡ് ചെയ്തെടുക്കുക. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല. എന്നാലും ആ ഒരു ചോക്ലേറ്റും ആ ഒരു ഉൾഭാഗം നല്ല എന്താ പറയുക കറുമുറാന്ന് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ലൊരു കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല. എന്നാലും ആ ഒരു ചോക്ലേറ്റും ഈ ഒരു കുനാഫയെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴുള്ള നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടാകുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.